നമ്മൾ പലപ്പോഴും ചെമ്പരത്തിയുടെ വലിയ പ്ലാന്റിൽ നിന്ന് തണ്ട് മുറിച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണങ്ങി പോകാറുണ്ടല്ലേ. എന്നാൽ അങ്ങനെ ഉണങ്ങാതെ വേര് പിടിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. ഞാൻ ആദ്യമേ ഈ തണ്ടുകളിലുള്ള ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് സ്റ്റെമ്മ് മാത്രമാക്കി എടുത്തു. വേനൽ സമയത്ത് നമ്മൾ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണങ്ങിപ്പോകാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇത് ഞാനൊരു വീട്ടിൽ കണ്ടപ്പോൾ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ള ഒരു ചെമ്പരത്തി ചെടിയാണ്. ഏതായാലും ഞാൻ സ്റ്റെമ്മിലുള്ള ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി ചെറിയ ചെറിയ പീസസ് ആക്കി. അങ്ങനെ സ്റ്റെം കട്ടിങ്സ് എല്ലാം എടുത്തു. അതിനുശേഷം ഒരു അലോവേരയുടെ തണ്ട് ഞാൻ മുറിച്ചെടുത്തിരുന്നു. അത് കുറച്ചും കൂടെ ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റി. എന്നിട്ട് ആ അലോവേര ജെല്ലിനകത്തേക്ക് ഞാൻ ഈ സ്റ്റെം കട്ടിങ്സ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തു. അലോവേര ജെല്ലിനകത്ത് റൂട്ട് വളരുന്നതിന് സഹായിക്കുന്ന ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അലോവേര ജെല്ലിനെ നമ്മൾ റൂട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ടുകൾ മണ്ണിലേക്ക് നട്ടു കൊടുത്തു. വളമൊന്നും ചേർക്കാത്ത മണ്ണിലേക്കാണ് ഞാനിപ്പോൾ നട്ടു കൊടുത്തിട്ടുള്ളത്. ഒരു മണ്ണിൻ്റെ പോട്ടിലാണ് ഞാനിപ്പോൾ എല്ലാ സ്റ്റെംസും നടുന്നത്. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ റൂട്ട് വന്ന് തുടങ്ങേണ്ടതാണ്. സ്റ്റെം കട്ടിങ്സ് നമ്മൾ നട്ടതിന് ശേഷം ഷെയ്ഡി ആയിട്ടുള്ള ഏരിയയിലേക്ക് വെക്കാം. എന്നാൽ നല്ല വെളിച്ചമുള്ള ഏരിയ ആയിരിക്കണം. പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് തട്ടാത്തൊരു സ്ഥലത്തായിരിക്കണം വെക്കേണ്ടത്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവർ എടുക്കുക. എന്നിട്ട് അതിനെ കവർ ചെയ്യാവുന്ന തരത്തിൽ മൂടി വയ്ക്കാം. കുറച്ചും കൂടെ വലിയ പ്ലാസ്റ്റിക് കവർ ആണെങ്കിൽ ഈ ചട്ടി മൂടുന്ന തരത്തിലേക്ക് നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാം. അതിൻ്റെ പുറത്തൊരു ബാൻഡും കൂടെ ചുറ്റുവാണെങ്കിൽ കവർ പറന്നു പോകാതിരിക്കും. ഇനിയൊരു 15 ഡേയ്സിനുള്ളിൽ ഇതിൽ വരുന്ന മാറ്റങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ.